നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ഏകപ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ വിധിച്ചു കോടതി. കേസ് അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതി. 1.5 വർഷത്തിന് ശേഷമാണ് ചെന്താമര കേസിൽ വിധി വരുന്നത്. അതേസമയം വിധിയിൽ സന്തോഷമെന്ന് കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിയിലും മേലെ വിശ്വാസം ഉണ്ടായിരുന്നു. അതേപോലെ ഇതാക്കി. പിന്നെ വക്കീലിന്റെ മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയണം. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതിൽ. അച്ഛൻ്റെ എല്ലാവരുടെ ഓർമ്മ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ പോകണില്ല. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പോണതും. ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകണില്ല. ഒരുപാട് നന്ദിയുണ്ട് ജഡ്ജിക്കായാലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്ത പോലീസിനായാലും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇയാൾക്ക് വധശിക്ഷ കൊടുത്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോഴും അയാൾക്ക് ഒരു മുഖഭാവം മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അയാൾക്ക് ഇതിലൊന്നിനും പേടിയില്ല. അപ്പോൾ എന്തായാലും വധശിക്ഷ കിട്ടിയതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. അയാൾ അനുഭവിച്ച് അതിൻ്റെ ഉള്ളിൽ ഇരിക്കണം. തൂക്കുകയറ് കൊടുത്ത് എന്തായാലും ഇതാകും. അപ്പീൽ പോയാൽ നമ്മളും അപ്പീലിന് പോവാം. ഒരാളിങ്ങനെ ഇതാക്കിയിട്ട് വെളിയിൽ വരാനും പറ്റില്ലല്ലോ. സന്തോഷ് സെർലിങ് ചേരുകയാണ്. സന്തോഷ്, ഒടുങ്ങാത്ത പകയും കയ്യിൽ ഒരു വാക്കത്തിയും സൂക്ഷിച്ചു നടക്കുന്ന ചെന്താമര ഈ സമൂഹത്തിന് എപ്പോഴും ഭീഷണിയാണെന്ന് പാലക്കാട് അതിവേഗ കോടതി തിരിച്ചറിഞ്ഞു. അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുന്നു. ഇന്ന് എന്തൊക്കെയാണ് കോടതിയിൽ സംഭവിച്ചത്? ഷമി, ഇന്ന് പ്രധാനമായും കോടതി വിധിന്യായത്തിലൂടെ പറയാൻ ശ്രമിച്ചത് ഇത് അപൂർവത്തിൽ അപൂർവമായൊരു കേസാണ്. ജീവപര്യന്തം തടവിന് ശിക്ഷ ഈ പ്രതി അനുഭവിച്ചു വരവെയാണ് രണ്ടാമതും കുറ്റം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേസിനെ വധശിക്ഷയല്ലാതെ മറ്റൊന്നും നൽകാനില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് എന്നാണ് കോടതി വിധിന്യായത്തിൽ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ വധശിക്ഷ വിധിക്കുകയാണ് എന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തു. കഴിഞ്ഞ ഏകദേശം 4 മാസമാണ് ഇതിൻ്റെ വിചാരണ നീണ്ടത്. പാലക്കാട് അതിവേഗ കോടതി ഈ കേസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ശാസ്ത്രീയ തെളിവുകൾ, സാക്ഷിമൊഴികൾ തുടങ്ങിയവരെല്ലാവരെയും വിസ്തരിച്ചു. 80ഓളം സാക്ഷിമൊഴികൾ ഉണ്ടായിരുന്നു. കൂടാതെ ലാബിൽ നിന്നുള്ള ശാസ്ത്രീയ തെളിവുകൾ, കാരണം ഇയാൾ വെട്ടാൻ ഉപയോഗിച്ച വെട്ടുകത്തി, അതിൽ ഇയാളുടെ കൈപ്പട പതിഞ്ഞിരിക്കുന്നതൊക്കെ കോടതി പരിശോധിച്ചു. അതൊരു പ്രധാന കാരണമായത് കോടതി പരിശോധിക്കാൻ കാരണം ഇതിനൊരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു. ഈ കേസിൽ ഈ വെട്ടുന്നത് കണ്ടു എന്ന് പറയുന്ന പോലീസിന് മൊഴി നൽകിയ ദൃക്സാക്ഷി കോടതിയിൽ മൊഴി മാറ്റിയിരുന്നു. പിന്നീട് വേണ്ടത് ശാസ്ത്രീയ തെളിവാണ്. അതുകൊണ്ടാണ് കോടതി ലാബ് റിപ്പോർട്ടൊക്കെ പരിശോധിച്ചത്. എന്തായാലും ആ റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. കോടതി ജഡ്ജ്മെൻറ്റിൽ ഉടനീളം പറയാൻ ശ്രമിച്ചത് ഈ സമൂഹത്തിന് ഒരു ഭീഷണിയാണ് പ്രതിയായ ചെന്താമര. മാനസാന്തരം ഉണ്ടാകുമോ എന്ന് വിചാരണയിൽ ഉടനീളം പരിശോധിച്ചു. പക്ഷേ അങ്ങനെ ഒരു മാനസാന്തര സാധ്യതയും ചെന്താമര പ്രകടിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, കുറ്റക്കാരനെന്ന് കണ്ടെത്തിയതിനെ സംബന്ധിച്ച് പ്രതി നൽകിയ മറുപടികൾ പോലും വീണ്ടും അക്രമവാസന കാണിക്കാനുള്ള സാധ്യതയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകേണ്ടി വരികയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന വിധിയാണ്. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങിയ ഈ പ്രതി കൊലപ്പെടുത്തിയ സജിത സുധാകര ദമ്പതികളുടെ മക്കൾ പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. വിധിയിൽ പ്രതീക്ഷയുണ്ട്, പക്ഷേ വധശിക്ഷ നടപ്പിലാക്കണം. ഇപ്പോൾ ഈ കുട്ടികളെ സംരക്ഷിക്കുന്ന സജിതയുടെ സഹോദരി സരിതയും ആവശ്യപ്പെട്ട അതുതന്നെയാണ്. വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കണമെന്നാണ്. വിചാരണ കോടതി ആയതുകൊണ്ട് തന്നെ ഹൈക്കോടതിയുടെ അനുമതി വേണം. അത് ഈ വിധിന്യായത്തിൽ കൃത്യമായി പറയുന്നുണ്ട്. ഹൈക്കോടതിയുടെ അനുമതിക്ക് കൂടി നൽകുകയാണ്. ഹൈക്കോടതി ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ഈ കേസ് പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം വധശിക്ഷ ആയതുകൊണ്ട്. ഇതിനു മുമ്പ് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതിനെ സംബന്ധിച്ചുള്ള അപ്പീൽ ഇതുവരെ ഹൈക്കോടതി പരിഗണിച്ചിട്ടില്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ഹൈക്കോടതി പരിഗണിക്കും. ഉടൻ തന്നെ വിധി പറയുമെന്ന് പ്രതീക്ഷിക്കും. എന്തായാലും വിചാരണ കോടതി കഴിഞ്ഞ കുറേ മാസങ്ങൾ നടത്തിയ തെളിവ് ശേഖരണം അല്ലെങ്കിൽ വിലയിരുത്തലുകൾക്കൊടുവിൽ വിധിച്ചിരിക്കുകയാണ്. വധശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഷമി, തീർച്ചയായും ആ കുടുംബത്തിൻ്റെ ഒരു വികാരം ആ കുട്ടികൾ പറയുന്നത് കേൾക്കുകയായിരുന്നു. അതായത് ഈ കോടതിയിൽ കേസിന് വരുന്ന സമയത്ത് പോലും ഇയാൾ എത്ര രൂക്ഷമായിട്ടാണ് ഈ ചെന്താമര ഈ കുട്ടികളെ നോക്കിയിരുന്നത് എന്നുള്ളതാണ്. അയാൾ കോടതിയിൽ പറഞ്ഞതുപോലെ തന്നെ അയാളുടെ പക ഇനിയും അടങ്ങിയിട്ടില്ല. അയാൾ ഏതെങ്കിലും ഒരർത്ഥത്തിൽ വീണ്ടും തിരിച്ചു വന്നാൽ ഇവരെ കൂടി ഇല്ലാതാക്കുമെന്ന വലിയ ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നു. അതിന് കൃത്യമായ കാരണമുണ്ട്. നമുക്കറിയാം, ആദ്യത്തെ കൊലപാതകത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങുമ്പോഴാണ് ഈ ഇരട്ടക്കൊലപാതകങ്ങൾ നടത്തുന്നത്. അതുമാത്രവുമല്ല, കോടതിയിൽ തന്നെ അയാൾ എത്ര പ്രാവശ്യമാണ് പറയുന്നത്, എന്നെ തൂക്കിക്കൊന്നോളൂ, എനിക്ക് ചെയ്തതിലൊരു കുറ്റബോധവുമില്ല, ഞാൻ ഗാന്ധിജിയല്ല, ഞാൻ ഒരു ചെകിട അടിച്ചാൽ മറ്റേ ചെകിട് കാണിക്കുന്ന ആളല്ല എന്നൊക്കെ ഇങ്ങനെ നിരന്തരമായി പറയുകയാണ്. പക്ഷേ ഇതിൻ്റെ മറ്റൊരു വശം എന്ന് പറയുന്നത് ഈ സുധാകരൻ, സജിത
ഇവർ എന്തോ കൂടോത്രം ചെയ്തു എന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് ഇയാൾ ഈ കൊലപാതകങ്ങൾ 3 ചെയ്തത് എന്നുള്ളതാണ് സന്തോഷ്. ഷമി, അത് തന്നെയാണ് ഈ കൊലപാതകത്തിൻ്റെ കാരണം. അത് ആദ്യം 2019 സജിതയെ കൊന്നപ്പോൾ തന്നെ പോലീസ് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നതാണ്. ഇവരുടെ 2 അയൽ വീടുകളാണ്. മുമ്പിൽ കാണാവുന്ന ദൂരത്തുള്ള ഒരു റോഡിൻ്റെ അപ്പുറവും ഇപ്പുറവുമുള്ളൊരു വീടാണ്. ഈ വീട്ടിൽ ഇവരെ ഒരുമിച്ച് തന്നെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിരുന്നത്. പക്ഷേ ഈ ചെന്താമരയാകട്ടെ പലപ്പോഴും വളരെ ക്രൂരമായി ഭാര്യയെ മർദ്ദിക്കുന്ന ഒരാൾ കൂടിയാണ്. എന്തായാലും ഭാര്യ പിണങ്ങിപ്പോകാൻ കാരണം അയൽ വീട്ടിലുള്ള സജിതയാണ് എന്ന് ഇയാൾ കടുത്ത രീതിയിൽ വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സജിതയെ കൊല്ലാൻ നോക്കുന്നത്. പക്ഷേ ഇതിനെതിരെ ഇയാളുടെ ഭാര്യ തന്നെ ഇതേ കോടതിയിലെത്തി, ഞാനിപ്പോൾ ഉള്ള വിചാരണ കോടതി മുമ്പിലാണ്, ഇതേ കോടതിയിലെത്തി മൊഴി നൽകിയിരുന്നു. അയാൾ തന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ, അതായത് വെട്ടുകത്തിയുമായി ഒരിക്കൽ വീട്ടിനുള്ളിൽ വെച്ച് കൊല്ലാൻ വന്നപ്പോൾ അവിടെ നിന്ന് ഓടി മറ്റൊരു വീട്ടിൽ അഭയം തേടി, പിന്നീട് ഒരിക്കലും സ്വന്തം വീട്ടിലേക്ക് പോയിട്ടില്ല എന്നാണ്. ഒരു മകളുണ്ട്, മകളുടെ വീട്ടിലാണ് പിന്നെ അയാൾ പോയത്. ഇത് ഭാര്യ തന്നെ ഇവിടെ വന്ന് മൊഴി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ അന്ധവിശ്വാസം, കൂടോത്രം തുടങ്ങിയവയിൽ വിശ്വസിച്ചുകൊണ്ടാണ് പ്രതി കുറ്റകൃത്യം നടത്തിയിരിക്കുന്നതെന്ന് കൃത്യമായി തെളിവ് വന്നിരിക്കുന്നു. ഇയാളുടെ തന്നെ അന്ധവിശ്വാസമാണ് ഈ കൃത്യങ്ങളൊക്കെ നടത്താൻ കാരണമായിരിക്കും. പിന്നീട് നടന്ന ഇരട്ട കൊലപാതകത്തിലും ഈ ആദ്യ കാരണം തന്നെയാണ്. അതാണ് ഇവിടെ ഏറ്റവും ഗൗരവമേറിയത്. കാരണം ഒരിക്കൽ നമ്മൾ ശിക്ഷിച്ചതാണ്. ഈ ശിക്ഷിക്കുമ്പോൾ അത് മാനസാന്തരപ്പെടും, പിന്നെ തെറ്റിൽ പോകാതിരിക്കാനുള്ള ശ്രമം എന്നൊക്കെയാണല്ലോ പ്രതീക്ഷിക്കപ്പെടുന്നത്. പക്ഷേ ഇവിടെ അതല്ല. ശിക്ഷിക്കപ്പെട്ടിട്ട് പോലും പിന്നെ അടുത്ത കൊലപാതകം നടത്താൻ കൃത്യമായ ആസൂത്രണം ഈ ചെന്താമര നടത്തി. അതിന് ഈ വിചിത്രമായ കാരണങ്ങൾ, അത് കോടതിക്കോ നമുക്കോ ഒന്നും അംഗീകരിക്കാൻ, പൊതുസമൂഹത്തിനും അംഗീകരിക്കാൻ പറ്റാത്ത ഈ അവിടെ തന്നെയുള്ള ഈ സ്ഥലം, ഈ പോത്തുണ്ടി എന്ന് പറയുന്ന പോത്തുണ്ടി എന്ന സ്ഥലം ചെറിയ ഗ്രാമീണ മേഖലയാണ്. ആദ്യഘട്ടത്തിലെ കൊലപാതകത്തിൽ അവിടെ അയൽക്കാരൊക്കെ വന്ന് സാക്ഷിമൊഴികളൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഇയാൾ പിന്നീട് ഇറങ്ങി വീണ്ടും കൊലപാതകം നടത്തിയപ്പോൾ അവിടെയുള്ളവർ ഭയപ്പെട്ടു. ഏകദേശം 82ഓളം സാക്ഷികളാണ് ഈ കേസിൽ ഉണ്ടായിരുന്നത്. അതിൽ പകുതിയോളം പേരും സാക്ഷി പറഞ്ഞതിന് ശേഷം വേറെ മറ്റു സ്ഥലത്ത് പോയി ഒളിവിൽ താമസിക്കുകയാണ്. ഇതും കോടതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങനെ സമൂഹത്തിന് ഭീഷണിയായ ഒരാളാണ് ഇയാൾ. അപ്പോൾ ഈ പോത്തുണ്ടിയിൽ ഇയാൾ വീണ്ടും വന്നാൽ വലിയ കൊലപാതകം നടക്കും. ഇന്ന് മറ്റൊരു കാര്യം കൂടി ഈ ജഡ്ജ്മെൻറ്റിൻ്റെ ഏറ്റവും അവസാനം പറയുന്നുണ്ട്. അതായത് ഈ വിറ്റ്നസ് പ്രൊട്ടക്ഷൻ സ്കീം ഈ കേസിൽ ആപ്ലിക്കബിൾ ആണ് എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. അത് ഈ ഭീഷണി കാരണമാണ്. അതായത് ഇതിൽ മൊഴി നൽകിയ എല്ലാവർക്കും വളരെ കൃത്യമായി തന്നെ ജില്ലാ ഭരണകൂടം പ്രൊട്ടക്ഷൻ നൽകണം എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പ്രതിയുടെ വധശിക്ഷ നടപ്പിലാക്കുന്നതിനിടയിൽ ഏതെങ്കിലും കാരണം കൊണ്ട് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങുകയോ എല്ലാം ചെയ്താൽ പോലും കൃത്യമായ രീതിയിൽ ഇവരുടെ എല്ലാം സുരക്ഷ ഒരുക്കണം. അതിനുശേഷം മാത്രമേ ഇത്തരത്തിൽ ജാമ്യം കൊടുക്കാവൂ എന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. പ്രൊട്ടക്ഷൻ ആക്ടിവേറ്റ് ചെയ്യണം, പ്രൊട്ടക്ഷൻ സ്കീം ആക്ടിവേറ്റ് ചെയ്യണം എന്നാണ് കോടതി വിധിന്യായത്തിൽ പറഞ്ഞത്. അത് തന്നെ ഇയാൾ എത്രത്തോളം വീണ്ടും കുറ്റകൃത്യം ചെയ്യും എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ്. ഇയാൾ വലിയൊരു ഭീഷണിയായി മുമ്പിൽ നിൽക്കുന്നുവെന്ന് കോടതിക്ക് മനസ്സിലായതുകൊണ്ട് കൂടിയാണ് അങ്ങനെ കൂടി വിധിന്യായത്തിൽ കോടതി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തീർച്ചയായും സന്തോഷ്. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കൊലപാതകം നടത്തിയതിന് ശേഷം പോലീസിന് പിടികൊടുക്കാനല്ല, ഈ ഇരട്ട കൊലപാതകം നടത്തിയതിന് ശേഷം പോലീസിന് പിടികൊടുക്കാനല്ല ചെന്താമര ശ്രമിച്ചത്, ഒളിവിൽ പോകാനാണ്. പിന്നീട് നടന്ന വ്യാപകമായ തിരച്ചിലിനൊടുവിൽ തിരച്ചിലൊക്കെ അന്നേരവും ഇയാളെ കണ്ടെത്താൻ കഴിയുന്നില്ല. ഇയാൾ എവിടെയോ വയലിലോ മറ്റോ ഒളിച്ചിരിക്കുകയായിരുന്നു. അതിനുശേഷം തെരച്ചിലൊക്കെ അവസാനിപ്പിച്ചു എന്നൊരു തോന്നൽ, ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന സമയത്താണ് ഇയാൾ ആ ഒളിവ് സങ്കേതത്തിൽ നിന്ന് പുറത്തു വരുന്നത്. അപ്പോഴാണ് ഇയാൾ പിടിയിലാകുന്നത്. ഒരുപക്ഷെ അയാൾ പിടിയിലാകാതിരുന്നുവെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ ലക്ഷ്മിയോ അടക്കമുള്ളവരെ കൂടി ഇല്ലാതാക്കാനുള്ള നീക്കങ്ങൾ ഇയാൾ നടത്തുമായിരുന്നു. അല്ലേ സന്തോഷ്? ഇത് ഷമി, അതായത് ഈ കോടതി ചൂണ്ടിക്കാണിച്ചൊരു കാര്യം അത് തന്നെയാണ്. അതായത് വളരെ ആസൂത്രിതമായിട്ടാണ് ഗൂഢാലോചന നടത്തുകയും ഈ കൊലപാതകം നടത്തുന്നത്. ഇതിൽ ആദ്യത്തെ കേസ്, അതായത് ഈ സജിതയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഇയാൾ ഈ പോത്തുണ്ടി പ്രദേശത്ത് തന്നെയുള്ള മലനിരകളിലാണ് ഒളിവിൽ പോയത്. അന്ന് നാടൊട്ടുക്ക് ഇയാളെ പരിശോധിച്ചിട്ട് പോലും കിട്ടാൻ വളരെയേറെ പ്രയാസം നേരിടുന്നു. എന്നാലും പിന്നീട് വിശന്നപ്പോൾ ഒളിത്താവളത്തിൽ നിന്ന് പുറത്തു വരികയും പിടികൂടുകയും ചെയ്തു. അതേ രീതി തന്നെയാണ് രണ്ടാമത് ഇരട്ട കൊലപാതകം നടത്തിയപ്പോഴും ഇയാൾ അവലംബിച്ചത്. കൊലപാതകം നടത്തിയിട്ട് ഒളിവിൽ
ഒളിവിൽ പോകുന്നത്. അതായത് ജാമ്യത്തിൽ ഇറങ്ങുമ്പോൾ കോടതി തന്നെ ജാമ്യത്തിൻ്റെ വ്യവസ്ഥകൾ നൽകിയത് പ്രകാരം ഇയാൾ പ്രദേശത്ത് പോകാൻ പാടില്ല. ആ വ്യവസ്ഥ ലംഘിച്ചാണ് ഇയാളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയത്. അപ്പോൾ പ്രദേശവാസികൾ ഇയാൾ വീട്ടിലിരിക്കുന്നത് കണ്ടിട്ട് അത് പോലീസിനെ അറിയിക്കുന്നുമുണ്ട്. പോലീസ് വിളിച്ച് ഇയാൾക്ക് വാണിംഗ് നൽകി അങ്ങനെ നിസാരവൽക്കരിച്ച് വിടുകയാണ്. പക്ഷേ അപ്പോഴെല്ലാം ഇയാൾ അടുത്ത കുറ്റകൃത്യം ചെയ്യാനുള്ള സമയവും സാഹചര്യവും നോക്കിയിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ സുധാകരൻ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഇയാൾ വീടിൻ്റെ നടയിൽ നിന്ന് കാണുന്നുണ്ട്. ഇറങ്ങി വന്ന് സ്കൂട്ടറിലാണ് വരുന്നത്. സ്കൂട്ടർ വന്ന ഉടനെ ഇയാൾ ഓടി വരികയും സ്കൂട്ടർ തടഞ്ഞു നിർത്തി ചാവി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ തടഞ്ഞു നിർത്തൽ വകുപ്പ് കൂടി ഇതിൽ ചേർത്തിട്ടുണ്ട്. അതിനുശേഷമാണ് കത്തി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് അമ്മുമ്മ അവിടെ ഇത് കണ്ട് ഓടി വന്ന അമ്മുമ്മയും കൊലപ്പെടുത്തുന്നത്. പിന്നീട് അങ്ങ് ഒളിവിൽ പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാം വളരെ കൃത്യമായി തന്നെ ആസൂത്രണത്തോടു കൂടി ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ മാനസികമായ പ്രശ്നങ്ങളൊന്നുമില്ല. തൻ്റെ റിവഞ്ച് അത് ചെയ്യണം എന്ന രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് പോയതാണ്. അപ്പം ഇത് ഈ പൊതുസമൂഹത്തെ കോടതിയെ തന്നെ അവഹേളിക്കുന്നതാണ് എന്ന് തന്നെയാണ് കോടതിക്കും തോന്നിയത്. അപ്പം വിചാരണയുടെ ആദ്യഘട്ടത്തിൽ, അതായത് ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ തന്നെ കോടതി ആദ്യഘട്ടത്തിൽ ചോദിച്ചത് അത് തന്നെയാണ്, താങ്കൾ കുറ്റക്കാരനായി കണ്ടെത്തിയിരിക്കുന്നതെന്ന് മാത്രമല്ല താങ്കൾ പൊതുസമൂഹത്തിന് ഭീഷണിയാണല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ ഞാൻ ഗാന്ധിയല്ല എന്ന്. പിന്നീട് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറയുന്നുണ്ടല്ലോ എന്നും കോടതി അയാളോട് നേരിട്ട് ചോദിക്കുന്നുണ്ട്. അതായത് ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയപ്പോൾ. അപ്പോഴാണ് പറഞ്ഞത് എന്തിനാണ് അങ്ങനത്തെ റിപ്പോർട്ടുകളൊക്കെ തേടുന്നത് എന്നാണ് അയാൾ നൽകിയ മറുപടി. അപ്പോൾ ഇതെല്ലാം വിധിന്യായത്തിൽ കോടതി പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം അക്കമിട്ട് നിരത്തുകയാണ്. അപ്പോൾ ഇങ്ങനെ കൃത്യമായ ആസൂത്രണത്തോടുകൂടിയും ഒരു മാനസിക പ്രശ്നങ്ങളില്ലാതെ കൃത്യമായി റിവെഞ്ച് ചെയ്യുക എന്ന ലക്ഷ്യത്തോട് ഇനിയും ഉണ്ടാകാം അയാൾക്ക്. ഇനിയും ഒരിക്കൽ കൂടി പുറത്തിറങ്ങിയാൽ അയാളുടെ എണ്ണം കൂടുതൽ കാണും. കാരണം ഇവിടെ സാക്ഷിമൊഴികളെ പലപ്പോഴും കോടതിയിൽ വെച്ച് ഇയാൾ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു. അതിൽ ഒരാളെ നീ എൻ്റെ വീട്ടിൽ കയറി അല്ലടാ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ഈ നേരത്തെ ഈ വിചാരണയുടെ ഉടനീളം കാലയളവിൽ. കാരണം ഇയാൾക്കിതൊക്കെ കൃത്യമാണ്, മനസ്സിലയാൾ ഉറപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇനി ഏതെങ്കിലും തരത്തിൽ ഇയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പോലും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. വിയൂർ സെൻട്രൽ ജയിലിലേക്കാണ് അയാളെ മാറ്റിയത്. ഇവിടെ മലമ്പുഴ ജയിലിൽ പാർപ്പിച്ചപ്പോഴും ഏകാന്ത തടവിലായിരുന്നു. അപ്പോൾ വിയൂർ സെൻട്രൽ ജയിലിലും ഈ കനത്ത കുറ്റവാളികളെ സൂക്ഷിക്കുന്ന രീതിയിൽ ഒറ്റയ്ക്ക് പാർപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. അപ്പോൾ കാരണം ഇയാൾ മറ്റുള്ളവരുടെ ഇടപഴകാൻ പോലും പോലീസ് ഉദ്യോഗസ്ഥർ അനുവദിക്കാറില്ല. കാരണം ഇയാളുടെ സ്വഭാവം ഇതായതുകൊണ്ട്. കാരണം ഇയാൾ എപ്പോഴാണ് എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് പറയാൻ. അത് മാത്രമല്ല സന്തോഷ്, ഇയാള് പറയുന്നത് ഈ ജയിലിൽ ഉള്ള മറ്റുള്ളവരെല്ലാം കുഴപ്പക്കാരാണ്, താൻ മാത്രമാണ് കുഴപ്പമില്ലാത്ത ഒരേ ഒരു വ്യക്തി, ബാക്കിയുള്ളവരെല്ലാം കുഴപ്പക്കാരാണ് എന്ന മട്ടിൽ ഇയാൾ കോടതിയിൽ പറഞ്ഞിരുന്നല്ലോ. അതെ അതെ